ഹായ്, ഈ തകരകളാണ് ആൻറ്റി ഇന്ന് കണി കണ്ടത്. അതുകൊണ്ട് നല്ലൊരു പ്രഭാതം ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു. പക്ഷേ ആൻറ്റിയല്ല, വേറൊരു ആൻറ്റിയാണ് അമ്പലത്തിൽ തൊഴുന്നത്. ഈ തക്കര എന്താണ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു. പക്ഷേ തിരിഞ്ഞു നിന്ന് കരയുന്നതാണ് നല്ലതെന്ന് തോന്നി, ഇങ്ങനെ നടന്നു വന്ന് കരയുന്നതിനേക്കാളും. അങ്ങനെ ആൻറ്റി ഇങ്ങനെ പോയപ്പോൾ ഈ തക്കര എന്താണ് ആൻറ്റിയെ കണ്ട് പേടിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ രണ്ടുപേർ കരഞ്ഞാൽ ഈ തക്കര പേടിക്കുമെന്നുള്ളത് മനസ്സിലായി. ഇവന്മാർ ആൻറ്റിയാണോ നോക്കി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ആ പോകുന്ന ഒരു ആൻറ്റിയെ നോക്കിയാണ് അവൻ പോയതെന്ന്. ആൻറ്റി പക്ഷെ ഒന്നും കൊടുക്കത്തുമില്ല, ഒന്നും നോക്കിയത് പോലുമില്ല. പക്ഷേ ആൻറ്റി ഫുഡ് കൊടുത്ത്. അങ്ങനെ പോയപ്പം ഈ തക്കരയുടെ സ്നേഹം എനിക്ക് മനസ്സിലായി. നല്ല സ്നേഹമുള്ള വിളി ഇങ്ങനെയാണോ സ്നേഹമുള്ള വിളി? പക്ഷേ ഇവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ഒരു സ്നേഹവുമില്ലെന്ന്. ഇങ്ങനെ കാറിൻ്റെ അടിയിൽ നിന്ന് ആൻറ്റിയെ കണ്ടിട്ട് ഓടി വന്ന ഈ ഓമന കണ്ടപ്പോൾ മനസ്സിലായി നല്ല സ്നേഹമുള്ള ഓമനകൾ ഇങ്ങനെയാണ് സ്നേഹമുള്ള ഓമനകൾ. പക്ഷേ ഇവൻ എന്നെ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ കയറിപ്പോയപ്പോൾ മനസ്സിലായി ഇവനൊരു സ്നേഹവുമില്ലെന്ന്. സ്നേഹമുള്ള തക്കരകൾ ഇങ്ങനെയാണ് കരയുന്നത്, ഇങ്ങനെയാണ് കുരയ്ക്കുന്നത്. ഇങ്ങനെയാണോ കുരയ്ക്കുന്നത്? ബൈ.